ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടൽ. സവാം കാക്കാനും മുസ്ലിമീനാം ഗൈറു മുസ്ലിമീൻ, മുസ്ലിം ആയാലും മുസ്ലിം അല്ലെങ്കിലും വസീല മിൻ വസായിൽ ശിർക്കി, അത് വസീലത്തു ശിർക്കേ ആവുള്ളൂ. ആദ്യത്തെ വരിയാണ് എന്താ പറഞ്ഞത്? മുസ്ലിം ജിന്നാണെങ്കിലും കാഫിർ ജിന്നാണെങ്കിലും അത് വസീലത്തു ശിർക്കാണ്. ഫത്വ ഇങ്ങനെ വന്ന് അവസാനത്തെ വരിയിലെത്തുമ്പോ ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. ഏതുപോലെ? കൽ ഇസ്തിആനത്തി ബിശയാത്തീനിൽ ജിന്നി, ശൈത്താന്മാരോട് തേടുന്നത് പോലെ. ഫത്വേന്റെ അടിയിലെത്തിയപ്പോ എന്തായി? അത് ശിർക്കായി. ആരോടുള്ളത്? കാഫിറിനോടുള്ളത് ശിർക്കായി. വമിൻഹാ മാ ഹുവ വസീല ഇല ശിർക്കി, വസീലത്ത് ശിർക്കായതുണ്ട്. കൽ ഇസ്തിആന ബി മുസ്ലിമിൽ ജിന്നി, മുസ്ലിം ജിന്നിനോട് തേടിയാൽ. ഇപ്പൊ കാര്യകാരണ ബന്ധമൊക്കെ പോയി, ദീനായി തെളിവ്. ജിന്ന് മുസ്ലിമാണോ വസീലത്ത് ശിർക്ക്, കാഫിറാണോ ശിർക്ക്? എന്താ ശിർക്കിന്റെയും അതേപോലെ ശിർക്കല്ലാത്തതിന്റെയും ഇതൊരു നിസ്സാര വിഷയമല്ലല്ലോ. കേട്ടല്ലോ, നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയണത്, നിങ്ങളെ ഈ വർത്താനം പാമ്പ് വാള ഊരിപ്പോണ സ്വഭാവമാണ് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഊരാൻ പറ്റൂല. ഇവിടെ ജിന്നിന്റെ മതം നോക്കല്ല. നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചത് എന്താ? ആലു ഷെയ്ഖ് ഹഫിളഹുല്ല ഈ മറുപടി കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പത്തപ്പിരിയത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ. അന്നും ഇതേ ഒരു അടവുമായി നിങ്ങൾ വന്നല്ലോ. പക്ഷേ നിങ്ങളെ മർമ്മത്തിലിട്ടാണ് ഞങ്ങൾ പിടിച്ചത്. കുതറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയണം, ഈ നിലപാട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് നേരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന നിങ്ങൾ ആലു ഷെയ്ഖ് ഹഫിളഹുല്ലക്ക് നേരെ അതേ ആരോപണം കൊണ്ടുവരുമോ? അതേ ആരോപണം സർക്കുലറുള്ള പാസ്സാക്കുമോ? അവരെ ഗ്രന്ഥങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഗ്രന്ഥങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം തമാശകൾ പറഞ്ഞ് ഗൗരവകരമായ ഒരു വിഷയത്തെ നിങ്ങൾ നിസാരമാക്കണ്ട എന്നാണ് പറയാനുള്ളത്.